ഇനി എന്തിനാണ് ശ്യാമളെ ഞാൻ ജീവിക്കുന്നേ? അതിനുള്ള അർഹതയുണ്ടോടി എനിക്ക്? നിന്റെ മനസ്സ് വെന്തുരുകുന്നത് എന്തോർത്താണെന്ന് എനിക്കറിയാം. അവള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടടി. നിങ്ങൾ അറിയരുതെന്ന് അവൾ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. അവളെ വേദനിപ്പിച്ചവരൊക്കെ ഒടുക്കം കരയും. അപ്പോഴും അവളുടെ മനസ്സിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അവൾക്കെല്ലാരെയും സ്നേഹിക്കാനേ കഴിയും. അന്ന് അവൻ്റെ കൂടെ പോകാൻ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഏത് നില ജീവിക്കേണ്ടവളായിരുന്നു. ഇപ്പൊ അവൾക്ക് സ്വന്തം കുഞ്ഞിനെ പോലെ നഷ്ടപ്പെട്ടു. എല്ലാ വേദനകളുടെ ഉള്ളിൽ അടക്കി വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവള് ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഇങ്ങനെ ഒരു മകൾ എന്റെ വയറ്റിൽ പറക്കാതെ പോയല്ലോ. അതിനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ലടേ. ആ കുഞ്ഞിന്റെ തന്ത ഞാനായി പോവില്ലേ? അവളെ എന്നെ പോലെ ഒരുത്തന് വിധിച്ചിട്ടില്ല ശ്യാമളെ. അവിടെയാ നിന്റെ ഭാഗ്യക്കേട്. അവൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞവർ പുണ്യം ചെയ്തവരാ. അതാണടി അവരെ ദൈവം നേരത്തെ വിളിച്ചത്. നിങ്ങൾ ഇതറിഞ്ഞതായി അവളോട് ഭാവിക്കേണ്ട. നിങ്ങളെ വില കുറച്ച് കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഏയ് ഇല്ല ശ്യാമളെ, ഞാനൊന്നും അവളോട് ചോദിക്കില്ല. അടുക്കളപ്പണി ചെയ്ത് എച്ചിൽ പാത്രം കഴുകിയ അവള് നമ്മളെ പോറ്റിയത്. എത്ര രൂപയാ അവൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അമ്പിളിയുടെ ഫീസ് മുഴുവൻ കൊടുത്തു തീർത്തു. ഇനി 2 ലക്ഷം രൂപയുടെ കടം കൂടിയുണ്ട്. അതവൾക്ക് വലിയ കാര്യമൊന്നുമല്ല. എപ്പോഴും അവള് പറയുന്ന ഒരു വാചകമുണ്ട്, ചിറ്റപ്പൻ തലയെടുപ്പോടെ മുന്നിൽ നിന്നാ മതിയെന്ന്. ഭാരമൊക്കെ അവള് ചുമന്നോളാന്ന്. താൻ പേരൻസ് മീറ്റിങ്ങിന് പോവുകയാണോ? പിന്നല്ലാതെ. ഫൈസിയോ പോകുന്നില്ല, ഞാനെങ്കിലും പോണ്ടേ? ഞാൻ കൊണ്ട് വിടണം. വേണം. വല്ലപ്പോഴും ഭാര്യയെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയതുകൊണ്ട് അഭിമാനക്കുറവൊന്നും വരാൻ പോകുന്നില്ല. എടി, ഞാനേ ഒരു സബ് ഇൻസ്പെക്ടറാ. ഓ പിന്നെ, കോടതി വരാന്തയില് ഫൈസി കാത്തുനിന്ന കാലമൊന്നും ഞാൻ മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ പഴയ കഥകളൊക്കെ മറക്കാൻ മിടുക്കന്മാരാ നിങ്ങൾ ആണുങ്ങൾ. പക്ഷേ പെണ്ണുങ്ങൾ അതൊന്നും മറക്കില്ല. ആ, അതില് പിടിച്ചാണല്ലോ നിങ്ങൾ ആണുങ്ങളുടെ വായടപ്പിക്കുന്നത്. സുധിയ. ഹലോ സുധി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ താമസം എറണാകുളത്തേക്ക് മാറ്റി. അപ്പോ റോസ്ലി ബംഗ്ലാവ് വിട്ടോ? ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. പാലാരിവട്ടത്താ വീട്. ആ, അത് നല്ല തീരുമാനം തന്നെയാ. പിന്നെ സുധിക്ക് ട്രാൻസ്ഫർ ശരിയായോ? ആ എന്ന് പറയാം. നിരഞ്ജന മേഡം എവിടെയാ? ഇവിടെ പിടിപ്പത് പണിയല്ലേ മേഡത്തിന്. എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് വെക്കണ്ടേ. രാവിലെ തുടങ്ങി അധ്വാനം മേഡത്തിന്. എന്താ ഇനി നിരഞ്ജനയുടെ പരിപാടി? ഹൈക്കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങാൻ പ്ലാനുണ്ട്. അത് നല്ല തീരുമാനം തന്നെയാ. എല്ലാവരും ഓരോരോ സ്ഥാനത്തെത്തിയല്ലോ. നിങ്ങളെ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങ്. പണ്ടത്തെ പോലെ വണ്ടി ഓടിച്ച് ഹൈ റേഞ്ച് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഒരു അവധി ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാ വെച്ചേക്ക്. ശരി. സുധിക്ക് ട്രാൻസ്ഫർ എറണാകുളത്തേക്കാ. അപ്പോ അതും ഭദ്രം. എന്നാ നമുക്കിറങ്ങാം. വാ.
ജോലി കയറിയ ഉടനെ വിളിക്കണേ മോളെ. വിളിക്കാൻ കുഞ്ഞമ്മേ. മൂന്നാറിൽ പോയപ്പോ പറഞ്ഞതുപോലെ ആവരുത് ചേച്ചി. അന്ന് ഞങ്ങൾ എന്ത് വിഷമിച്ചെന്നോ. രാത്രിയിലാ അച്ചുവേച്ചി ഒന്ന് വിളിച്ചത്. ഇനിയിപ്പോ ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോളെ. ബാങ്കിലെ ജോലി സമയത്തൊന്നും കാര്യമില്ലാതെ ഞങ്ങൾ ചേച്ചിയെ വിളിക്കില്ല. താമസ സ്ഥലം ശരിയായില്ലെങ്കിൽ ലീവ് ചോദിച്ച് തിരിച്ചിങ് പോന്നേക്ക്. വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ വന്ന് ചെയ്തു തരാം. ശരി ചിറ്റപ്പ. എന്നാ രാഘകാലം തുടങ്ങുന്നതിന് മുമ്പ് മോളെ ഇറങ്ങ. എന്നാ അച്ചുവെച്ച് ഇറങ്ങട്ടെ മക്കളെ. പോയിട്ട് വരാം ചിറ്റപ്പ. ആഹാ, എന്റെ മോക്കും നല്ലതേ വരൂ. കുഞ്ഞമ്മേ. ശരി, പോയിട്ട് വാ മോളെ. ജയന്തി എനിക്ക് ഇരിക്കപ്പുറത്ത് തരുന്നില്ല ഫൈസൽ. അർച്ചനയെ പറ്റി ഇപ്പൊ ഒരു വിവരമില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവള് തിരിച്ചൊന്ന് വിളിക്കുന്നുമില്ല. എനിക്ക് എങ്ങനെ റോസ്മലയിലേക്ക് പോകാൻ കഴിയും? ഫൈസിയുമായി അവൾക്ക് കോണ്ടാക്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവൾ എന്നെ കാണാൻ വന്നിരുന്നു സാർ. അർച്ചനയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു. തൊട്ടടുത്ത ഏതോ ജില്ലയിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് ആ വിവരം അവൾ എന്നോട് പറഞ്ഞില്ല. ഇനി സാറിന്റെ കുടുംബവുമായിട്ട് ഒരടുപ്പവും വേണ്ടെന്നാ അവള് പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫൈസി. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. ഇനി അവളെ അന്വേഷിക്കരുതെന്ന് സാറിനോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ സംസാരം അവസാനിപ്പിച്ചത്. എന്താ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരണോ സാർ? അർച്ചനയെ അകറ്റി നിർത്താനല്ലേ സാർ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അകന്നു നിൽക്കാൻ അവൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു. ഒന്നാലോചിച്ചാൽ ശരിയായ തീരുമാനമാണത്. സുധി നാട്ടിലെത്തിയ സ്ഥിതിക്ക് അവളെ വെറുതെ വിടുന്നതല്ലേ സാർ നല്ലത്? അവളുടെ നന്മയെ കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാനും ജയന്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല സാർ. സാറിനെ കുത്തി നോവിക്കാനോ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല. ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു കാലം അവൾക്കുണ്ടായിരുന്നു. അന്ന് ആരും അവൾക്ക് തുണയായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തെ പോറ്റാനും അവൾ പ്രാപ്തയായി. ആരുടെയും സഹായം വേണ്ടെന്ന് വെക്കാൻ അവൾ തീരുമാനിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അവൾ ഫോൺ നമ്പർ മാറ്റിയല്ലേ? അത് നിരഞ്ജനയുടെ നമ്പറാണ്. ആ സിം കാർഡ് എന്നെ ഏൽപ്പിച്ചിട്ടാ അവള് പോയത്. പുതിയ നമ്പർ എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വിളി വന്നില്ല. എനിക്കും ജയന്തിക്കും അർച്ചനെ എങ്ങനെ മറന്നു കളയാൻ പറ്റും? എന്റെ മോന്റെ കുഞ്ഞിന്റെ അമ്മയല്ലോടോ അവള്. മനസ്സിൽ ആ ഓർമ്മകൾ ഉണ്ടായാൽ മതി സാർ. സാർ ഇനി അവളെ തേടി പോകരുത്. മാഡത്തെയും അതിൽ നിന്ന് പതുക്കെ പിന്നോട്ട് കൊണ്ടുപോകണം. ഞാനും അർച്ചനയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് സുധിയും നിരഞ്ജനയും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാണ്. ഞങ്ങളിൽ നിന്ന് അകലാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഫൈസി ഒന്ന് പറഞ്ഞേക്കണം, ഞങ്ങളുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും മാഞ്ഞു പോവില്ല. ഒരു മകളുടെ സ്ഥാനം ഞങ്ങൾ അവൾക്ക് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. കൊന്നുകളയാൻ വേണ്ടി ഓടി നടന്ന കാലമൊക്കെ വിശ്വനാഥ് സാർ മറന്നു കളഞ്ഞു. ഇനിയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ബാക്കിയുണ്ടല്ലോ. ഇനിയൊരു 6 അടവ് കൂടിയേ ഉള്ളൂ. 3 മാസത്തെ പെൻഡിങ് വന്നിട്ടുണ്ട്. അതുകൂടി അങ്ങ് അടച്ചു തീർത്തൂടെ? എനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം സാർ. കുട്ടികളുടെ അഡ്മിഷനൊക്കെ ആയപ്പോൾ കുറച്ച് ടൈറ്റായി. എത്ര മാസം സാവകാശം വേണം? 2 മാസത്തേക്ക് സാറൊന്ന് തള്ളി വെക്കണം. പിന്നെ വന്ന് ഞാൻ അവധി ചോദിക്കില്ല. മാനേജരോട് സംസാരിച്ച് വേണ്ടത് ഞാൻ ചെയ്തോളാം. കുട്ടികളുടെ അഡ്മിഷൻ നടക്കട്ടെ. ആ, താങ്ക് യു സാർ. ആ, രാജീവൻ സാറേ, പുതിയ അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഈ ഫയലൊന്ന് അപ്പുറത്തേക്ക് കൊടുത്തേക്ക്. ഡ്രാഫ്റ്റ് ഇതിലുണ്ടോ? ഇതിലുണ്ട് മാഡം. ഇത് അർച്ചന, നമ്മുടെ പുതിയ സ്റ്റാഫാ. അർച്ചനയ്ക്ക് ഇത് പ്രൊബേഷൻ പീരീഡാ.
എല്ലാരെയും പിന്നാലെ പരിചയപ്പെടാം. ശരി സർ. അർച്ചന ഇരുന്നോളൂ. രാജീവൻ, അർച്ചനയെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം. സർ. ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. ജോലി കിട്ടിയ അർച്ചന വേറെ ഏതോ സ്ഥലത്തേക്ക് പോയി. എങ്കിലും വിശ്വട്ട ഒരു വാക്ക് നമ്മളോട് പറയാതെ പോകാൻ അവക്ക് തോന്നിയല്ലോ. നമ്മൾ അവളുടെ ആരുമല്ല. ഒരടുപ്പവും വേണ്ടെന്ന് അവൾ തീരുമാനമെടുക്കാൻ കാരണം അതാ. ഇത് നമ്മളോടുള്ള പ്രതികാരം കൂടിയാണ്. അവളെ പേടിച്ച് കുറെ കാലം നാട് മുഴുവൻ അലഞ്ഞു. കണ്ടെത്തി കഴിഞ്ഞപ്പോ എന്നെ ഓർത്ത് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ടെന്ന് അവൾ തെളിയിച്ചു തന്നു. പൈസ ഒന്നും വിട്ടു പറഞ്ഞില്ലേ? അറിഞ്ഞേ തീരുമെന്ന് നിലപാടെടുത്തെങ്കിൽ അവൻ പറഞ്ഞേനെ. നമ്മളെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിന് പിന്നാലെ പോണം? ഏത് ബാങ്കിലെ അവൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് പോലും അറിഞ്ഞില്ല. സുധിയുടെ ആരും അവളുടെ പിന്നാലെ ചെല്ലരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതാ അവളൊന്നും അറിയിക്കാത്തത്. അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടെത്താനൊക്കെ എനിക്ക് കഴിയും. പക്ഷേ ഇനി നേരിട്ടൊരു കൂടിക്കാഴ്ച വേണ്ട. മറ്റൊന്നിനും അല്ലെങ്കിലും അതൊന്ന് അറിഞ്ഞിരിക്കണം വിശ്വട്ട. അത് വേണം. ഞാനും അത് ഉറപ്പിച്ചു. സുധി മാത്രമല്ല, അർച്ചനയും ഇപ്പം ബാങ്ക് എംപ്ലോയിയാ. അവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തിനാ അർച്ചന ഹോസ്റ്റലിൽ താമസിക്കുന്നേ? ഒന്നിച്ചു കഴിയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വാടക വീട്ടിലേക്ക് വാ. അത് പിന്നെ ഡേസി മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനും കൂടി കൂടാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചായ കുടിക്കേ. സത്യം പറഞ്ഞ ആ വീട് വിട്ടാലോ എന്നുള്ള ആലോചനയിലാ ഞാൻ. മുൻപ് റോസ് എന്നൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അവള് ട്രാൻസ്ഫർ ആയി പോയി. പെരുമ്പാവൂരുകാരിയാ. അർച്ചനയെ പോലെ ബാച്ചിലറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് വീടെടുത്തത്. എന്റെ വീട് മൂവാറ്റുപുഴയാ. ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ വന്ന് 2-3 ദിവസം നിൽക്കും. അർച്ചന വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാവും. ഇങ്ങോട്ട് പോരുമ്പോ താമസ സ്ഥലത്തെക്കുറിച്ചൊരു ടെൻഷനുണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലുകളുണ്ട്, കിട്ടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ വീടാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാം. ഞാൻ ഞായറാഴ്ച വീട്ടിലൊന്നും പോവാറില്ല. ഫുൾ ടൈം ഉറക്കാ. അർച്ചനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചിറ്റപ്പന്റെയും കുഞ്ഞമ്മയുടെയും കൂടെയാ. 2 അനിയത്തിമാരുണ്ട്. ഒരാള് പഠിത്തമൊക്കെ കഴിഞ്ഞു, മറ്റേയാള് നീറ്റ് എക്സാം എഴുതി നിൽക്കുക. അച്ഛനും അമ്മയും മരിച്ചുപോയിട്ട് കുറെ വർഷങ്ങളായി മാഡം. ഇവിടെ ജോയിൻ ചെയ്തിട്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞോ? ഇല്ല, വിളിക്കണം. എന്റെ താമസ സ്ഥലത്തെ പറ്റിയുള്ള ടെൻഷനില അവര്. അതിന് പരിഹാരമായിന്ന് പറഞ്ഞേക്ക്. പിന്നെ അർച്ചന നോൺ വെജ് കഴിക്കില്ലേ? എന്താ മാഡം അങ്ങനെ ചോദിച്ചത്? ആള് വല്ല ബ്രാഹ്മിൺസോ മറ്റോ ആണോന്ന് ഇപ്പോഴും അറിയില്ല. എങ്കിൽ നമ്മള് തമ്മിൽ ചേരില്ല. ഞാൻ ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടി ചേർന്നതാ. ഓ, അപ്പച്ചൻ ക്രിസ്ത്യാനിയും അമ്മ ഹിന്ദു. ഇനി ഒരു സംശയമില്ല, എല്ലാം കൊണ്ടും നമ്മൾ ചേരും. എന്നാ അർച്ചന ചായ കുടിച്ചിട്ട് വാ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. അർച്ചന വിളിക്കുവാ. നീ സംസാരിക്കടി. നിങ്ങളെ തന്നെ നേരിട്ട് കിട്ടണമെന്ന് കരുതിയല്ലേ അവളെ ഈ ഫോണിൽ വിളിച്ചത്. സംസാരിക്ക. ഹലോ ചിറ്റപ്പ, പറമോളെ, ജോലി കയറിയോ? ജോയിൻ ചെയ്തു. നല്ല ബാങ്കാ. എല്ലാവരും സ്നേഹമുള്ളവരാ. നിന്റെ താമസത്തിന്റെ കാര്യം എന്തായി മോളെ? ഇവിടെ ഡേസിന്നൊരു സ്റ്റാഫുണ്ട്. അവര് തനിച്ചൊരു വാടക വീട്ടിലാ താമസം. കൂടെ ഉണ്ടായിരുന്ന ആള് ട്രാൻസ്ഫർ ആയി പോയി. എനിക്ക് അവിടെ താമസ സൗകര്യം തരാമെന്ന് മാഡം പറഞ്ഞു.
അതൊരു നല്ല കാര്യം തന്നെയാ. വിശദമായ വിവരങ്ങള് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം. ശരി മോളെ, നീ വച്ചോ. ആ, ചിറ്റപ്പൻ എല്ലാരോടും പറഞ്ഞാ മതി. ആ ശരി. താമസമൊക്കെ ശരിയായോ? കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ വാടക വീട് കിട്ടിയത്രേ. രാത്രി അവള് വിളിക്കും. ഓ, അത് കേട്ടാ മതി. അങ്ങനെ എന്റെ മോളൊരു ഉദ്യോഗസ്ഥയായി. ഓ, ഇവിടം വരെ എത്തിച്ചേരാൻ അവൾ എന്തെല്ലാം ത്യാഗങ്ങളും സഹിച്ചു. പേര് പറഞ്ഞതല്ലാതെ വിശദമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. എന്റെ സ്ഥലം തൃപ്പൂണിത്തറയില. ഇവിടെ ഒരു വാടക വീട്ടിലാ താമസം. കൂടെ അമ്മയുണ്ട്. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. അർച്ചന മാരീഡ് ആണോ? അല്ല സർ. വീടെവിടെയാ? തെന്മലക്കടുത്ത. അർച്ചനയാണോ മൂത്തയാൾ? അതെ സർ. പിന്നെ 2 അനിയത്തിമാര് കൂടിയുണ്ട്. അർച്ചനയുടെ മുഖം എവിടെയോ കണ്ടു മറന്ന പോലെ എനിക്ക് തോന്നുന്നു. താമസ സ്ഥലമൊക്കെ ശരിയാക്കിയിട്ടാണോ വന്നത്? ഇവിടെ വന്ന് അന്വേഷിക്കാന്നാ വെച്ചത്. നമ്മുടെ പിയൂൺ വിനോദിനോട് പറഞ്ഞാൽ മതി. അവൻ ഹോസ്റ്റൽ ഏർപ്പാടാക്കി തരും. അവൻ ഈ നാട്ടുകാരനാ. ഡെയ്സി മാഡം കൂടെ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മാഡത്തിന്റെ ഹസ്ബൻഡ് ഉടനെ വരുന്നല്ലേ കേൾക്കുന്നത്? വരുന്നത് വരെ അവിടെ കഴിയാം സർ. അപ്പോഴേക്കും ഇവിടെ കുറച്ച് പരിചയമൊക്കെ ആവുമല്ലോ. എന്നാ പിന്നെ ഞാൻ സീറ്റിലോട്ട് പോട്ടെ സർ. സ്റ്റാറ്റസും ഉണ്ട്. സുധിയുടെ അതേ നിലയിലെത്തി ഇപ്പോൾ അർച്ചനയും. 2 പേരും ബാങ്ക് ഉദ്യോഗസ്ഥർ. ഇനി പറയാൻ എന്തുണ്ട് നടരാജ എനിക്ക്? കുടുംബ മഹിമ. അവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയില്ലേ? എന്തിനായിരുന്നു അവനെ അവളിൽ നിന്ന് ഞാൻ അകറ്റിയെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. പിന്നെ സുധി ജോയിൻ ചെയ്തോ? ഇല്ലെന്നാ അറിഞ്ഞത്. അർച്ചന ഏത് ബാങ്കിലാ കയറിയതെന്നറിയാൻ ഒരു വഴിയില്ല. സുധിയുടെ ബാങ്ക് ആവാതിരുന്നാ മതിയായിരുന്നു. അത് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞേ തീരും. അവള് 2 കൊല്ലം പ്രൊഫഷൻ പീരീഡിലായിരിക്കും. അത് കഴിഞ്ഞാൽ മറ്റെവിടെയെങ്കിലും പോസ്റ്റിംഗ് വരാം. നമ്മളിനി പേടിക്കേണ്ടത് അതാ. അവർ 2 കൂടി ഒരേ സ്ഥലത്തെത്താൻ ഇടവരരുത്. അവൻ വർക്ക് ചെയ്യുന്ന ബാങ്ക് ഏതാണെന്ന് അർച്ചന കണ്ടുപിടിക്കുമെന്നാ എനിക്ക് തോന്നുന്നു. നമ്മളെക്കാൾ ബുദ്ധി അവള് കാണിക്കും. അങ്ങനെ ഒരു ധൈര്യം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ വിചാരിച്ച് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അർച്ചന ജോലി ചെയ്യുന്ന ബാങ്ക് നമ്മൾ കണ്ടെത്തി വയ്ക്കണം. അതവൾ അറിയാനും പാടില്ല. കണ്ടുമുട്ടാനായി യോഗമെങ്കിൽ അവര് കാണുക തന്നെ ചെയ്യും. അഥവാ കണ്ടുമുട്ടിയാൽ തന്നെ സുധിയെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്ന് അർച്ചനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും അർച്ചന അവന് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന വിശ്വാസം ആ സുധിക്ക്. അവളെ അവൻ കണ്ടു കഴിഞ്ഞാൽ അതില്ലാതാവും. അളിയൻ എന്തൊക്കെയായി പറയുന്നത്? അവര് തമ്മിൽ കാണുന്നതിൽ കുഴപ്പമില്ലെന്നാണോ? ഒരു കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ തോന്നലിന് കാരണം അർച്ചനയുടെ മനോധൈര്യമാണ്. സുധി ഇപ്പോഴും ഒരു സ്വപ്നലോകത്താ. അവിടെ നിന്ന് അവനെ താഴെ ഇറക്കി കൊണ്ടുവരാൻ അർച്ചനയ്ക്ക് കഴിയും. അർച്ചനയ്ക്ക് മാത്രമേ അതിന് കഴിയൂ.